ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായി കല്ലമ്മക്ക നിറച്ച് പൊരിച്ചാലോ നമുക്ക്. അതിനുവേണ്ടി നമ്മൾ ഈ കച്ചിറക്കി ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കണം. ഇതുപോലെ കച്ചിറക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. ഇതിന് നമുക്ക് അരി കുതിർത്തി അരച്ച് കഷ്ടപ്പെടുന്ന വേണ്ട. വെറും 10 പൊടി കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നോമ്പായതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്ത. ഇത് നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. 3-4 പ്രാവശ്യം കഴുകി എടുത്തതാണ്. ഇനി നമുക്ക് ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും അറിയുണ്ടാകും. ഇതുപോലെ കമിഴ്ത്തി തന്നെ വെക്കണം, എന്നാൽ അതിൻ്റെ വെള്ളമൊക്കെ പോവും. ഇതിലേക്ക് അരമുറി തേങ്ങ, പകുതി ഉള്ളി, 1 സ്പൂണ് വെള്ള ജീരകവും 1 സ്പൂണ് ചെറിയ ജീരകവും 1/2 സ്പൂണും മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നൈസ് പത്തിരിപ്പൊടിയാണ്. ഇതാണ് നല്ല പൊടിയായിട്ട് എനിക്ക് തോന്നിയത്. ഇതാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കുഴച്ച് കിട്ടും. ഇപ്പം നമ്മുടെ മിക്സിൻ്റെ ജാറിൽ നമ്മൾ നേരത്തെ അരച്ച അരിയും തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെയാണ്. അതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളമാക്കിയിട്ട് നമ്മളെ പത്തലും നൂൽപുട്ടിനൊക്കെ ചെയ്യുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ആ വെള്ളത്തിൽ തന്നെ ഉപ്പ് ചേർത്ത് വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ രൂപത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പത്തിരിപ്പൊടി ഇഷ്ടം. ഇനി നമ്മളെ ഈ കലമൊക്കെ നല്ലോണം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇതിനൊക്കെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. കല്ലുമ്മക്ക നിറച്ച് പൊരിച്ചത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെ ആയിരിക്കും കല്ലുമ്മക്ക നിറച്ച് പൊരിച്ചതല്ലേ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി തട്ടെടുത്ത് അതിൽ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ബാക്കി വന്ന മാവൊക്കെയാണ് ഞാൻ ഉരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി നേരത്തെ ഇട്ടത്. ഇനി ഇത് കറക്റ്റ് ടൈം എന്ന് വെച്ചാൽ 20 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ്. 20 മിനിറ്റ് കറക്റ്റ് വെച്ചാൽ നല്ലോണം വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മുളക് നമുക്ക് കലക്കിയെടുക്കണം. ഞാനെടുത്തതെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. 3 സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം ലൂസാത്ത ഇതാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ മുളക് ഇഷ്ടമുള്ള എരിവ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി 2 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് നല്ലത്. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മുളകിൻ്റെ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അരി അരിച്ച് ചൂടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് ആയി കിട്ടിയത്. ഇനി നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ.
നമുക്ക് ഏകദേശം മനസ്സിലാവും ഇതിൽ ഓയിലില്ല എന്ന് കാണുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കുറേശ്ശെ കുറേശ്ശെ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഫ്രൈ ആയത് ഓരോന്നായിട്ട് നമുക്ക് മാറ്റി വെക്കണം. അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റിയായ കല്ലുമ്മക്ക പൊരിച്ചത് റെഡിയായി കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ